നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരേക്കും പ്ലസ് ടു സ്റ്റുഡന്റ് ആണ്, 12th സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ് നടന്ന് ഇരുന്ന നമ്മളൊക്കെ ഇനി എങ്ങോട്ടേക്ക് പോണം, നമ്മുടെ ജീവിതം എങ്ങോട്ടേക്ക് ആക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. അതിലൊരു പറ്റം ആൾക്കാര് നീറ്റ്, കീമ്, CUET ഒക്കെ പോലെയുള്ള എൻട്രൻസുകൾ ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എൻട്രൻസുകൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ. നമ്മളുടെ പ്ലസ് ടു സ്കോർ അനുസരിച്ചിട്ട് നമ്മളൊരു ബിഗിനർ ആണോ, ഒരു പ്രോ ലെവലുള്ള ഒരാളാണോ, ഒരു അഡ്വാൻസ് ലെവലുള്ള ആളാണോ എന്നൊക്കെ നമ്മളെ തന്നെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കി നമുക്ക് എങ്ങനെ ഇനി കുറഞ്ഞ സമയം കൊണ്ട് ക്രാഷ് കോഴ്സിലൂടെ മാക്സിമം സ്കോർ ഒപ്പിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ ഒരു ഗവൺമെന്റ് സീറ്റ് ക്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ ഒരാളാണ്. അന്ന് 2013 ഇതുപോലെ എൻട്രൻസ് എക്സാം നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞൊരു ക്രാഷ് കോഴ്സിനൊക്കെ പോയി ആഞ്ഞു പഠിച്ചിട്ടാണ് മുന്നോട്ട് വന്ന ഒരാള്. ഡെഫിനിറ്റ്ലി ഞാൻ പറയാൻ വേണ്ടി പറ്റും, ആ ക്രാഷ് കോഴ്സ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം എന്നെക്കൊണ്ട് ഈ സാധനം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാക്കി തന്നത് ആ ക്രാഷ് കോഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ സ്റ്റുഡൻസ് എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പലരും പല രൂപത്തിൽ പല രീതിയിൽ പഠിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നും, ഞാനൊരു അഡ്വാൻസ്ഡ് ആണ്, ഞാൻ ബിഗിനർ ആണ്, ഞാൻ ലോയിലാണ്, ഞാൻ അവിടെയാണ്, ഞാൻ ഇവിടെയാണ്, ഞാനൊരു ആവറേജ് ആണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് അത് ശരിക്കും അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ്. എവരിബഡി ഈസ് എ സ്റ്റുഡന്റ്. നമ്മളെപ്പോലെ തന്നെ ബാക്കിയുള്ളവരുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഒരു ആവറേജിൽ ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത്, എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിയുണ്ട്, എന്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ അവനും ഞാനും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, ശരിക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ആദ്യം ഞാൻ പറഞ്ഞുതരാം. 3 കാറ്റഗറീസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ വെക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും മേലെ നിൽക്കുന്ന കാറ്റഗറി ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ദാറ്റ് കാറ്റഗറി ഈസ് നോൺ ആസ് വാട്ട് അഡ്വാൻസ്ഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് +1 +2 അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അത്യാവശ്യം മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഒരു 95% ഓർ മോർ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇതിന് മുന്നേ എൻട്രൻസിനായിട്ട് നീറ്റ് കീമൊന്നും ഡിഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കൂടുതലും നീറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ കഴിഞ്ഞൊരു 3 എന്താ പറയുക, കഴിഞ്ഞൊരു 12 വർഷങ്ങളായിട്ട് ഏകദേശം 30,000-ഓളം കുട്ടികളെ നീറ്റിൽ മെന്റർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നീറ്റാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നതെങ്കിലും ബാക്കി എൻട്രൻസിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻട്രൻസിന് ഇതിനകത്ത് പേര് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ എൻട്രൻസിനായിട്ട് നിങ്ങൾ പ്രിപ്പയറും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന് ഒരു 95% ഓർ മോർ മാർക്കൊക്കെ സ്കോർ ചെയ്ത ആളാണ്, നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഇൻ ദ അഡ്വാൻസ് ലെവൽ കാറ്റഗറി എന്നുള്ളതാണ്. ആൻഡ് അടുത്ത കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, ഈ പ്രോ ലെവൽ എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി യു പീപ്പിൾ ആർ ലൈക്ക് പ്ലസ് ടുവിന് മാർക്കുണ്ട്, പക്ഷേ ഇതുവരെ എൻട്രൻസിന് അങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പ്രോ ലെവലിൽ ഞാൻ ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബിഗിനർ ലെവൽ എന്നുള്ള ഒരു കാറ്റഗറി ഞാൻ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ബിഗിനർ ലെവലിൽ വരുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് പ്ലസ് ടുവിന്റെ മാർക്കും ഒരു 95% അല്ലെങ്കിൽ ഒരു 90%ന്റെ താഴേക്ക് നിൽക്കുന്ന ആൾക്കാർ, എൻട്രൻസിന് വേണ്ടിയിട്ട് അധികം അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യാത്ത ആൾക്കാരനെയാണ് ഞാൻ ബിഗിനർ ലെവൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. തുടക്കത്തിലെ ഡിസ്ക്ലൈമറിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരിക്കലും ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. ആരാണ് ബിഗിനർ, ആരാണ് അഡ്വാൻസ്ഡ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒന്നും വരുത്താൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നമുക്കൊരു തുടങ്ങാൻ വേണ്ടിയിട്ട്, ടു ഗെറ്റ് എ സ്റ്റാർട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വെക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ് മീ ടോക്ക് അബൌട്ട് എൻട്രൻസ് എ വൈൽ. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ സ്ട്രാറ്റജീസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻട്രൻസുകളെ പറ്റിയിട്ട് ഞാനൊന്ന് സംസാരിക്കാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ചിലപ്പോൾ കീം എൻട്രൻസ് ആയിരിക്കും, ചിലപ്പോൾ നീറ്റ് എൻട്രൻസ് ആയിരിക്കും, ചിലപ്പോൾ CUET ആയിരിക്കും, ചിലപ്പോൾ ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാം ആയിരിക്കും. അങ്ങനെ ഒരുപാട് എക്സാമുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ IIT എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. നഴ്സിംഗ് എൻട്രൻസ് മേ ബി ഉടനെ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വരുമായിരിക്കും. അങ്ങനത്തെ BRക്കിന്റെ എക്സാം ഉണ്ട്, നാറ്റ എന്ന് പറയുന്ന എക്സാമുകളുണ്ട്. അങ്ങനെ നിരവധിയായ എക്സാമുകളുണ്ട്. ഈ എൻട്രൻസ് എക്സാമിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എന്താ പറയുക, നിങ്ങളുടെ സ്കോറോ ബാക്കി കാര്യങ്ങളോ സംഗതികളോ ഒന്നും നോക്കിയിട്ടല്ല പറയുന്നുണ്ടാവുക. നിങ്ങൾ എൻട്രൻസ് എക്സാമിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് 3, 4 കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ആരായിരുന്നാലും, ഫോർ എവരിബഡി ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു എംഫസിസ് ദാറ്റ് തിങ്, ദിസ് ഈസ് റിഗാർഡിംഗ് ഓൾ ദ എൻട്രൻസ് ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ കാര്യം, ദ വെരി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓർഡർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നെവർ എവർ ഫീൽ അതൊരു ഓർഡർ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രൂപത്തിൽ മാത്രമേ വിചാരിക്കാവുള്ളൂ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട്, അല്ലെങ്കിൽ വളരെ ഡിഫറന്റ് ആയിട്ട് ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്ക് ഇവിടെ നമ്മൾ ക്ലാസ് കേട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് ക്ലാസ് ബുക്ക് വായിച്ച് പഠിക്കുന്ന ഒരു രീതിയല്ല
ഏതൊരു എൻട്രൻസിനും പഠിക്കുന്നത്. നീറ്റ് ആയാലും, കീം ആയാലും, CUET ആയാലും ഇറ്റ്സ് ഓൾ ദ സെയിം. യു ഹാവ് ടു ചേഞ്ച് യുവർ സ്റ്റഡി പാറ്റേൺസ്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസാ. നമുക്ക് നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇപ്പോൾ നീറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു 30,000 40,000-ഓളം ക്വസ്റ്റ്യൻസ് പല പല ഗൈഡുകളിൽ, പല പല ക്വസ്റ്റ്യൻ ബാങ്കുകളിലായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്തുനിന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് കിട്ടുന്ന നീറ്റ് സ്കോർ അല്ലെങ്കിൽ കീം സ്കോർ, എൻട്രൻസ് സ്കോർ എന്ന് പറയുന്ന സാധനം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെൽഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാരത്തോൺ ലൈവിൽ ഒരു ഫാക്കൽറ്റി നിന്നിട്ട് ഇങ്ങനെ പടപടാന്ന് ഫാക്കൽറ്റി സ്കോർ ചെയ്യുകയാണെങ്കിൽ അതേ അതേനോടൊപ്പം അതേ സ്പീഡിൽ നമ്മൾ ചെയ്തു വരുന്ന സാധനം നമ്മുടെ പ്രാക്ടീസ് ആയിട്ട് കൗണ്ട് ചെയ്യുമോ? ഇല്ല. അത് നമ്മുടെ പ്രാക്ടീസ് അല്ല. അത് ആ ഫാക്കൽറ്റി പ്രാക്ടീസ് ചെയ്തതാണ്. അയാൾ പ്രാക്ടീസ് ചെയ്തത് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വിരാട് കോഹ്ലി ക്രിക്കറ്റ് കളിക്കുന്നത് കാണുന്നത് പോലെയാണ് മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സാധനം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സിയോ അവര് ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നത് പോലെയുള്ളൂ. നല്ല രസത്തിൽ അവർ കളിക്കില്ല. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇടുന്നു, സിക്സ് അടിക്കുന്നു, ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു രസത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ഐ ആം ഇൻടു ദാറ്റ് ഗെയിം, നല്ല രസമുണ്ട് കളി എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങി നിന്നിട്ട് കളിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സും ഫോറും ഒന്നും പോയില്ല. ഒരു പാസ് പോയിട്ട് ഒരു ഷോട്ട് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെ മനസ്സിലാണ് സെൽഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് തന്നെ വിചാരിച്ചോ. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അല്ലെങ്കിൽ അതേ കാര്യം തന്നെ അതേ ഇമ്പോർട്ടൻസിലുള്ള ഒരു കാര്യമാണ് എക്സാം അറ്റൻഡൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ. നമ്മള് നമ്മളെന്താ ചെയ്യുന്നത്? വി ആർ പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്സാം. ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പോട്ടെ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മള് ഒരു ബിരിയാണി ഉണ്ടാക്കൽ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കും. വി ആർ ഗോയിങ് ടു മേക്ക് ബിരിയാണി. ഒരു ഷെഫ് പരിപാടിയാണ്. അപ്പോൾ ആ ഷെഫ് പോയിട്ട് ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കുക. നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വലിയ 1,00,00,000 രൂപയും വലിയൊരു ഫ്ലാറ്റും വലിയൊരു കാറും ഒക്കെ സമ്മാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അതിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കൽ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യാണ്. എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കൽ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുക? ബിരിയാണി ഉണ്ടാക്കുന്നതിനെ പറ്റി വായിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിന്നിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും. ആ പ്രൈസ് അത്ര ഹൈ ആയതുകൊണ്ട് നമുക്കത് വേണമെന്ന് അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വേണ്ടേ? അപ്പോൾ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും നിരന്തരമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും എക്സാം എഴുതിയാണ് നമ്മുടെ പ്രാക്ടീസ് വേണ്ടതെന്നുള്ള കാര്യം. സോ ഹൂഎവർ യു ആർ, നിങ്ങളൊരു അഡ്വാൻസ് ലെവൽ, ബേസിക് ലെവൽ, ഒരു ലൈക് പ്രോ ലെവൽ എങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിലും എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എവറി ഡേ എക്സാംസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ക്രാഷ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാവും. ഡോപ്പയിലെ ക്രാഷ് കോഴ്സിലും ഡെയിലി റെഗുലർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. എക്സാംസ് നിരന്തരമായിട്ട് എഴുതണം. എന്തിനാ എക്സാം എഴുതുന്നത്? എക്സാം എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇതുവരെയുള്ള കാഴ്ചപ്പാട് 12th വരെയൊക്കെ നമ്മൾ പഠിച്ച ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടുകാരേക്കാൾ നമ്മൾ എത്രത്തോളം ബെറ്റർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ എക്സാം എന്ന് പറയുന്ന സാധനം എഴുതിക്കൊണ്ടുപോവുക. ഇത് അതിന് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിത് എത്രത്തോളം പഠിക്കാനുണ്ട്, നമ്മൾ ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. കേൾക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല. പക്ഷെ ഇത് ചെയ്ത് തന്നെ നമ്മൾ വരണം. നമ്മളിങ്ങനെ ഓരോ എക്സാം കഴിഞ്ഞിട്ടും എക്സാമിന്റെ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഏതൊക്കെ ടോപ്പിക്കുകളുണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകൾ ഇനിയും പഠിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആഫ്റ്റർ എക്സാം വർക്ക്സ് നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ലേറ്റർ. പിന്നെ ഓരോരോ വീഡിയോകളിൽ ഓരോരോ സമയത്തായിട്ട് നിങ്ങൾക്ക് ആ സാധനങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. പക്ഷെ കൃത്യമായിട്ടും എക്സാം എഴുതണം. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്, 2 എക്സാം എഴുതുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു കോമൺ സാധനമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് എവരി ഡേ വർക്ക് എന്ന് പറയുന്ന സാധനം. വലിയ അതിശയമായിട്ടൊന്നും തോന്നണ്ട. ഇതെങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കൊരു എൻട്രൻസ്, ഏത് എൻട്രൻസും ആയിക്കോട്ടെ, സിവിൽ സർവീസിന്റെ എൻട്രൻസ് എക്സാം എന്ന് വേണമെങ്കിലും വിചാരിച്ചോ, അത് കിട്ടണമെങ്കിൽ ഒറ്റ സാധനമേ ഉള്ളൂ, എവരി ഡേ വർക്ക് വേണം. നിങ്ങൾക്ക് മൈക്കൽ ഫെൽപ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മൈക്കൽ ഫെൽപ്സ് ലോക പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ നീന്തൽ താരമാണ്. അദ്ദേഹം 5 ഒളിമ്പിക്സുകളിൽ നിന്നായിട്ട് ഏകദേശം 34ഓളം മെഡലുകൾ, കറക്റ്റ് നമ്പർ എനിക്കറിയില്ല, പക്ഷെ 30ന് മുകളിലുള്ള മെഡലുകൾ നേടിയിട്ടുള്ള ആളാണ്. മൈക്കൽ ഫെൽപ്സ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 365 ദിവസവും എന്ന് പറഞ്ഞാൽ 365 × 5 ഒറ്റ ദിവസം വിടാതെ പൂളിൽ ഇറങ്ങി നീന്താൻ പഠിച്ചിട്ടുണ്ടെന്നാ പറയാ. അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് ക്രിസ്മസുകൾ ഉണ്ടായിരുന്നു, ബർത്ത്ഡേയ്സ് ഉണ്ടായിരുന്നു, പല പാർട്ടി നടന്ന ദിവസങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം സിക്ക് ആയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു, മോറോവർ മടി പിടിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം പോലും വിടാതെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാ പറയാ. ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ബിക്കോസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഇവന്റിലേക്കാണ്. എവറി ഡേ വർക്ക് ചെയ്യണം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മടിയുള്ള ദിവസങ്ങൾ വരും. ഇന്നത്തെ ദിവസം രസമില്ലാന്ന് തോന്നുന്ന ദിവസം ഉണ്ടാവും. ചില ദിവസം നമുക്ക് വയ്യാത്ത ദിവസം ഉണ്ടാവും, തലവേദനയുള്ള ദിവസം ഉണ്ടാവും, വയറുവേദനയുള്ള ദിവസം ഉണ്ടാവും,
അയൽവക്കം വീട്ടിൽ കല്യാണമുള്ള ദിവസം ഉണ്ടാവും. നമ്മുടെ സ്വന്തം വീട്ടിൽ കല്യാണമുള്ള ദിവസം ഉണ്ടാവും. പെരുന്നാളുകളുണ്ടാവും. പല പല പരിപാടികളും സാധനങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഈ പറയുന്ന എക്സാം അറ്റൻഡൻസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, ഇത് ചെയ്തുകൊണ്ടിരിക്കണം. റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒറ്റ ദിവസം പോലും നമുക്ക് ഈ ബാറ്റൺ താഴെ വെക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഉള്ളിൽ എംബിബിഎസ്ന്നോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ഒരു തിരി ഇങ്ങനെ കത്തിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ടില്ലേ, ഈ തിരി ഒരിക്കലും കെടുത്താൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ തിരി താഴ്ത്തി വെക്കാൻ വേണ്ടി പറ്റും. നല്ല പനിയാണ്. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ മാക്സിമം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ വേറൊരു പരിപാടിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റോ, ഒരു സെലിബ്രേഷനോ, സാധനങ്ങളോ, സംഗതികളോ ഒക്കെ നടക്കുന്ന സമയത്ത് യു കാനോട്ട്, ഐ ആം ജസ്റ്റ് റിപ്പീറ്റിംഗ് യു, ഇത് വെരി വെരി പേഴ്സണൽ ആയിട്ട് ഡോക്ടർ ആഷിഖ് എന്ന് പറഞ്ഞ ആൾ നിങ്ങളോട് പറയുന്നതായിട്ട് മാത്രം കേട്ടാൽ മതി. നിങ്ങളോട് ചെവിയിൽ വന്ന് പറഞ്ഞു തരാണ്. യു കാനോട്ട് ഇതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് താത്തി ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. ഭയങ്കര പനിയാണ്. അപ്പോൾ നല്ല റെസ്റ്റ് എടുക്കുക. പക്ഷെ റെസ്റ്റ് ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു ദിസ് തിങ്. എവറി ഡേ വർക്കായിട്ട് മാറണം. ഐ എം ജസ്റ്റ് റിപ്പീറ്റിംഗ് ദാറ്റ് തിങ് ഹിയർ. യു ഹാവ് ടു ബിൽഡ് ഇറ്റ് ആസ് യുവർ ഹാബിറ്റ്. ഇത് ചെയ്യണം. ഇത് ആർക്കൊക്കെ ചെയ്യേണ്ടത്? അഡ്വാൻസ് ലെവൽ ചെയ്യേണ്ട, ബിഗിനർ ലെവൽ മാത്രം ചെയ്താൽ മതി അങ്ങനെയാണോ? ഇല്ല. എവരിബഡി, ദോസ് ഹു വാണ്ട് ദ റിസൾട്ട്, നിങ്ങൾക്ക് റിസൾട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക്, ദിസ് ഇസ് എ വെരി ഡിഫറെന്റ് ഗെയിം. അവിടെയാണ് എന്നെ പോലെയുള്ള കോച്ചുമാരുടെ, മെന്റർമാരുടെ ഒക്കെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സംഗതികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ടാവുക. നമുക്ക് നമ്മുടെ വീഡിയോ പ്രോപ്പറിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ എങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകാം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. സപ്പോസ് ഇഫ് യു ആർ ആൻ അഡ്വാൻസ് ലെവൽ സ്റ്റുഡന്റ്, ഡെഫിനിറ്റ്ലി യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു കൺഗ്രാജുലേറ്റ് യു. നിങ്ങൾ നല്ല ജോലിയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ 12th ഒരു 95% ഓർ മോർ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1 തിങ്. ആൻഡ് ഇതുവരെ നിങ്ങൾ കുറച്ചധികം MCQസും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. റെഗുലർ ആയിരുന്നു. അതിനകത്തൊക്കെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ആൻ അഡ്വാൻസ് ലെവൽ സ്റ്റുഡന്റ്. ആൻഡ് നിങ്ങളാണ് റിസൾട്ട് കിട്ടാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. ഏറ്റവും അടുത്ത്. അപ്പോൾ താഴെ നിൽക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? താഴെ നിൽക്കുന്ന ആൾക്കാർ പ്രോ ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് കയറാൻ നോക്കണം. ബിഗിനറിൽ നിന്ന് പ്രോയിലെത്തി, പ്രോയിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് കയറാനുള്ള പണി ബാക്കിയുള്ള ആൾക്കാർ എടുക്കണം. പക്ഷെ അഡ്വാൻസ് ലെവലിൽ ഓൾറെഡി നിൽക്കുന്ന ആൾക്കാർ, ഐ എം ജസ്റ്റ് വൗച്ചിങ്, അങ്ങനെ പറയും. നിങ്ങളെ പറ്റി ഞാൻ എങ്ങനെ പറയാണ്, നിങ്ങളാണ് റിസൾട്ട് കിട്ടാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ക്രാഷിൽ നിങ്ങളുടെ പഠനം എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയോ? നമുക്ക് നീറ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട് 84 ചാപ്റ്റേഴ്സ്, ഇൻക്ലൂഡിങ് എക്സ്പെരിമെന്റൽ ഫിസിക്സും എക്സ്പെരിമെന്റൽ കെമിസ്ട്രിയും. നിങ്ങളിതിപ്പോൾ വളരെ അടുത്ത് തന്നെ എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്ത് പഠിച്ച ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ടൊന്നും. ആ എക്സ്പെരിമെന്റൽ ഫിസിക്സും കെമിസ്ട്രിയും അടക്കമുള്ള 84 ചാപ്റ്റർ നമ്മൾ പഠിക്കണം. ഇത് ചാപ്റ്റർ വൈസ് അല്ല നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാനിങ്ങനെ പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഓരോ ചാപ്റ്ററിൻ്റെ ഉള്ളിലും ഒരു 8, 10, 12 ടോപ്പിക്കുകൾ ഉണ്ടാവും. ടോപ്പിക്കുകളായിട്ട് തിരിച്ചിട്ടാണ് പോകുന്നുണ്ടാവുക. ഒരു ഉദാഹരണത്തിന് നമുക്ക് റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലെ ചാപ്റ്ററിനെ പറ്റി എടുക്കാം. റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം ടോപ്പിക്കുകളാണ് അതിനകത്തുള്ളത്? ആദ്യമായിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും. അതിനകത്ത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയിട്ടാണ്. ലൈറ്റ് ഇങ്ങനെ നേരെ പോകുന്നു, ഒരു സർഫസിൽ ഇടിച്ചിട്ട് നേരെ തിരിച്ചിങ്ങനെ വരുന്നു. കേട്ടിട്ടുണ്ടാവില്ലേ? പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. സെക്കൻഡ് സാധനമാണ് റിഫ്രാക്ഷൻ. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് ഒന്നിങ്ങനെ ബെൻഡ് ആവുന്നു എന്ന് പറയുന്ന സാധനമുണ്ട്. റിഫ്രാക്ഷൻ വെച്ച് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ആംഗിൾസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിച്ചതിന് ശേഷം നേരെ ലെൻസിലേക്ക് പോകും. തിൻ ലെൻസിനെ പറ്റിയിട്ട് അല്ലേ, 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒക്കെ ഉള്ള ഒരു സാധനം നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പ്രിസം എന്ന് പറഞ്ഞ സാധനം പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഹെഡിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ, ടോപ്പിക്കുകൾ. ഈ ടോപ്പിക് വൈസ് ആണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ആൻഡ് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വി ഹാവ് ടു അങ്ങനെ തന്നെ കണക്ക് കൂട്ടുക. വി ഹാവ് ടു ഇംപ്രൂവ് അവർ ടോപ്പിക് അവയർനെസ്. ടോപ്പിക് അവയർനെസ് നമ്മൾ കൂട്ടിയെടുക്കാറുള്ളത്. അപ്പോൾ ഏതൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗിനർ ലെവലിലുള്ള കുട്ടിയാണെങ്കിലും അഡ്വാൻസ് ലെവലിലുള്ള കുട്ടിയാണെങ്കിലും പ്രോ ലെവലിലുള്ള കുട്ടിയാണെങ്കിലും നമുക്ക് ഈ ടോപ്പിക് അവയർനെസ് കൂട്ടണം. ഓരോ ചാപ്റ്റർ കേൾക്കുന്ന സമയത്തും ചാപ്റ്ററായിട്ട് കാണാതെ മൾട്ടിപ്പിൾ ടോപ്പിക്കുകളായിട്ട് കാണാനുള്ള ഒരു 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 സംഗതി നമ്മൾ ബിൽഡ് ചെയ്തിടണം. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ, പക്ഷെ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ഈ അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളും എടുത്ത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. എവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ ഐ വിൽ സജസ്റ്റ് ഡോപ്പ ആപ്പ് ഫോർ യു. കാരണം ഡോപ്പ ആപ്പിൽ ഇപ്പോൾ എസ്പെഷ്യലി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടോപ്പിക് വൈസ് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യന് എങ്ങനെയാണ് വന്നതെന്നും അതിന്റെ ബേസിക് തിയറിയും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ക്യൂ ബാങ്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇരുന്ന് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിനെ പറ്റിയിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ട വലിയൊരു ടോപ്പിക്കാണ്. വിൽ ഡൂ ദാറ്റ് തിങ്. അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മെന്റർഷിപ്പ് മീറ്റിംഗ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ഈ സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുക. അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് ഐ വിൽ നോട്ട് സജസ്റ്റ് എനി ക്ലാസ് സജസ്റ്റ് ചെയ്യുന്നില്ല.
കോംബി ക്ലാസ് റൂം സജസ്റ്റ് ചെയ്യുന്നില്ല, മാരത്തോൺ ലെവൽ സജസ്റ്റ് ചെയ്യുന്നില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് ഐ ആം സജസ്റ്റിംഗ് യു സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഡോപ്പയുടെ ക്യാപ്സ്യൂൾ പോലെ സ്ഥലങ്ങളിൽ അവിടെ നിങ്ങൾക്ക് ഡോപ്പ ടെസ്റ്റ് സീരീസ് കിട്ടും. ഈ ക്രാഷ് കോഴ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ടെസ്റ്റ് സീരീസ് കിട്ടും. ഈ ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വൈകുന്നേരം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റാങ്ക് കിട്ടുമെന്ന് അറിയാനാണോ? അല്ല, നമ്മൾ ഇനി അടുത്ത റൗണ്ടിൽ എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സപ്പോസ് ഇഫ് യു ആർ ആൻ അഡ്വാൻസ് ലെവൽ സ്റ്റുഡൻറ്, ഡോണ്ട് ഗോ ഫോർ എനി ക്ലാസ്. ഒന്നിലും പോകണ്ട, ഒരു സാധനത്തിലുമില്ല. ടേക്ക് ദ ക്രാഷ് കോഴ്സ് ഫോർ ദ ടെസ്റ്റ് സീരീസ് പർപ്പസിലേക്ക് ക്രാഷ് എടുത്തിട്ട് ആൻഡ് യു ഹാവ് ടു ഗോ ലൈക്ക് ദാറ്റ്. അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി നിങ്ങളൊരു പ്രോ ലെവൽ കുട്ടിയാണെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ എ പ്രോ ലെവൽ, നിങ്ങൾ നല്ല രൂപത്തിൽ +2 പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്കുണ്ട് +2ന്, പക്ഷേ എൻട്രൻസ് ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ യു നീഡ് എ ബേസിക് എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ്. എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്. സ്ട്രെയിറ്റ് അവേ ക്ലാസ് കാണാം ഓരോ ദിവസങ്ങളിൽ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇനി പെട്ടെന്ന് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഡേയിൽ നമ്മൾ 1, 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ വീതമായിരിക്കും നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അത് നിങ്ങൾക്ക് നമ്മുടെ ക്യാപ്സ്യൂളിലെ മെറ്റീരിയലുണ്ട്. മെറ്റീരിയലിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് അടുത്ത പ്രാവശ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാധനങ്ങൾ. സെയിം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്യൂ ബാങ്കിലുണ്ട്, അത് ചെയ്ത് പഠിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പോൾ അവർക്ക് ഞാൻ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സും കൂടി നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരിലേക്ക് വരികയാണെങ്കിലും, ബിഗിനർ ലെവലിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ഡയറക്റ്റ്ലി ക്യാപ്സ്യൂളിന്റെ ക്ലാസ് മാത്രം മതിയാവുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് കോംബി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മുടെ മെന്റേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിലുണ്ടാവും. സോ നമ്മളുടെ കോംബി ക്ലാസ് റൂം വരുന്നുണ്ട്, നമ്മുടെ ഇതിന്റെ ക്ലാസ് വരുന്നുണ്ട്, നമ്മുടെ ക്യാപ്സ്യൂളിന്റെ ക്ലാസ് വരുന്നുണ്ട്. ആൻഡ് ക്യാപ്സ്യൂൾ മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിഗിനേഴ്സിന് വേണ്ടി പറയുന്ന സാധനമാണ് ക്യാപ്സ്യൂൾ മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചു വിട്ട് തന്നു കഴിഞ്ഞാലും ചെയ്യാവുന്ന തരത്തിലേക്ക് വേണം. കഴിഞ്ഞ വർഷത്തിലെ നീറ്റിന്റെ ഒരു കഥ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നീറ്റിൽ 85% ക്വസ്റ്റ്യൻസും ഈ ക്യാപ്സ്യൂൾ മെറ്റീരിയലിന്റെ ഉള്ളിൽ നിന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം, ബിഗിനേഴ്സിന്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ യു ജസ്റ്റ് ഹൗ ടു പ്രാക്ടീസ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ തിരിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ക്വസ്റ്റ്യൻസ് ആര് ചെയ്തു തരുമെന്ന് അറിയോ? നമ്മുടെ ക്ലാസ് റൂമിൽ ഫാക്കൽറ്റീസ് ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്ലാസ് കണ്ട് കോംബി ക്ലാസ് റൂം വേണമെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബലത്തിന് വേണ്ടി കോംബി ക്ലാസ് റൂമും കൂടി കണ്ട് നമ്മുടെ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 85% ക്വസ്റ്റ്യൻസ്. 85% ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടോ? അത് ഏകദേശം 150ന്റെ മേളിലേക്ക് 150+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നീറ്റിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാം. ആൻഡ് വൺ മോർ തിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ നീറ്റ് ക്രാഷ് കോഴ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഏതൊരു പോയിന്റിലും നിങ്ങളുടെ ഈ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞാൻ അടുത്തൊരു കൊല്ലത്തേക്ക് ബിഗിനർ ലെവലിലായിരിക്കും, അടുത്തൊരു കൊല്ലത്തേക്ക് പ്രോ ലെവലിലായിരിക്കും, അടുത്തൊരു കൊല്ലത്തേക്ക് അഡ്വാൻസ് ലെവലിലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിച്ച് തുടങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രോയിലേക്ക് മാറും. ബിഗിനർ ആണെന്ന് തുടങ്ങുന്ന ആൾ ചിലപ്പോൾ അഡ്വാൻസ്ഡിലേക്ക് മാറും. പ്രോയിൽ നിന്ന് ബിഗിനറിലേക്ക് വരും, ബിഗിനറിൽ നിന്ന് പ്രോയിലേക്ക് വരും, പ്രോയിൽ നിന്ന് അഡ്വാൻസിലേക്ക് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ജമ്പും ചാട്ടവും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് ഉണ്ടാവും, മെഡിക്കോ മെന്റേഴ്സ് ഉണ്ടാവും. അവരോട് നിങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നുള്ള കാര്യം നോക്കണം. ഇതിനകത്ത് വിട്ടുവീഴ്ച ഇല്ലാത്ത കാര്യങ്ങൾ എന്താ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു അറിയോ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു അറിയോ? റെഗുലർ ആയിട്ടുള്ള എക്സാമുകളായിരുന്നു. കൃത്യമായിട്ട് എക്സാം എഴുതണം. മാർക്ക് എത്രയായാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, 0 ആയാലും കുഴപ്പമില്ല. നിങ്ങളിവിടെ മാർക്ക് നോക്കി വിലയിരുത്താനല്ല, പക്ഷേ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് വെറും 40 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ക്രാഷിനെ പറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ടു അസ് എവറി ഡേ വർക്ക്. നമ്മൾ എല്ലാ ദിവസവും, നിങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മെന്റർഷിപ്പ് മീറ്റിംഗ്, ഡയറക്ടേഴ്സിന്റെ മെന്റർഷിപ്പ് മീറ്റിംഗ് ഉണ്ടാവും എല്ലാ ദിവസവും ഈവനിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് വി വിൽ ബി ടോക്കിംഗ് എവറി ഡേ. സോ ഇതൊരു ഹാബിറ്റ് ഫോർമേഷന്റെ പരിപാടിയാണ്. എനിക്കിതൊരു ഹാബിറ്റാണ് ഞാൻ നീറ്റ് ആസ്പിരൻസിനോട് സംസാരിക്കുക എന്നുള്ള കാര്യത്തിൽ. സോ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അഡ്വാൻസ് ലെവൽ ആൾക്കാർ, യു റിമെമ്പർ വാട്ട് യു ഹാവ് ടു ഡു. ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ക്ലാസ്. ജസ്റ്റ് ഗോ ടോപ്പിക് വൈസ് ആയിട്ട് ടോപ്പിക് അവയർനെസ് കൂട്ടിയെടുക്കുക. നേരെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എക്സാം എഴുതുക, എക്സാം അനാലിസിസ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. ആൻഡ് പ്രോ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ നേരെ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സുകൾ മാത്രം, ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ക്യൂ ബാങ്കിൽ നിന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇത്തരം സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് എവറി ഡേ. ആൻഡ് ദ ബിഗിനർ ലെവൽ ഐ എം ജസ്റ്റ് സജസ്റ്റിംഗ് യു ടു ദ ക്യാപ്സ്യൂൾ മെറ്റീരിയൽ ഓൺലി. കാരണം എന്താ വെച്ചാൽ അതിൽ പുറത്തുനിന്നുള്ള സാധനങ്ങളും കൂടി നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കോമ്പീറ്റ് സപ്പോർട്ട് സാധനങ്ങളും കൂടി വേണ്ടി വരും. ഇങ്ങനെ അടുത്തൊരു 45 ദിവസത്തേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ മക്കളെ, ജസ്റ്റ് പ്രോമിസിങ് യു വൺ തിങ്, യു വിൽ ബി ഡൂയിങ് വണ്ടേഴ്സ് ഇൻ എൻട്രൻസ് എക്സാം. ഇത് നീറ്റിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എവറി എക്സാം വിൽ സെയിം ദാറ്റ് തിങ്. നീറ്റ്
ഇതേ സാധനം പഠിക്കുന്നത് വഴിയിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കീം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റിന്റെ ബാക്കി IIT എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഐക്കർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. CUET എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് സാധനങ്ങളാണോ വേണ്ടത്? അല്ല. വി ഹാവ് ടു ഗോ ഇൻ എ ട്രെയിൻ പാത്ത്. സോ ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഇന്ന് ഷൂട്ട് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഏത് ദിവസമാണെന്നറിയോ? മാർച്ച് 19 എന്ന് പറയുന്ന നമ്മുടെ പ്ലസ് ടുവിന്റെ ലാസ്റ്റിലത്തെ എക്സാം, സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ദിസ് ഈസ് ഫോർ യു പീപ്പിൾ ഡെഡിക്കേറ്റഡ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രൂപത്തിൽ ട്രാക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക. ആഞ്ഞാഞ്ഞ് പഠിക്കുക. വേറെ ഒന്നിനെ പറ്റി നോക്കരുത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുന്നതെന്നോ നമുക്ക് എത്ര സ്കോറെന്നോ എന്താണെന്നോ ഒന്നും നോക്കരുത്. വി ഹാവ് ടു ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ആ ഒരു വർക്ക് ഫ്ലോയിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ക്യാപ്സ്യൂളിന്റെ ഓറിയന്റേഷൻ മീറ്റിംഗ്സ് ലൈവായിട്ട് തന്നെ നടക്കുന്നുണ്ടാവും. ക്യാപ്സ്യൂൾ മെന്റർഷിപ്പ് മീറ്റിംഗുകൾ ഉണ്ടാവും. ഇത് ഡോപ്പ സ്റ്റുഡൻസിന് മാത്രമാണ്. നമുക്ക് ആ മീറ്റിങ്ങുകളിലൊക്കെ വെച്ചിട്ട് നേരിട്ട് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പറ്റും. സീ യു.